ഹലോ ഗൈസ്, ഞാൻ റിച്ചും കൂടെ ഇന്ന് ഈ വീക്കെൻഡിലേക്കുള്ള ഗ്രോസറി പർച്ചേസിങ്ങിന് പോകും. ഞങ്ങൾ നിൽക്കുന്നത് അജ്മാൻ ജറഫ് 2-ൽ നെസ്റ്റോയുടെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലാണ്. സോ എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ നെസ്റ്റോയിൽ നിന്നാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. സാധാരണ ഞങ്ങൾ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആണ് ഗ്രോസറി പർച്ചേസിങ്ങിന് പോവാണ്. റോഡിനപ്പുറത്ത് കാണുന്ന ആ വലിയ ബിൽഡിങ്ങാണ് നെസ്റ്റോ. തൊട്ടടുത്ത് പോയി പോകുന്ന കീറ്റക്കാരൻ നോക്കി എന്തോ തിരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇതേതാ കോമാളികളെന്ന് ചോദിച്ചുകൊണ്ട്. രാവിലെ ഇട്ട് പോയ ലിപ്സ്റ്റിക്ക് തീർന്നു പോയെന്ന് പറഞ്ഞ് കുറച്ചുകൂടി ലിപ്സ്റ്റിക്ക് റീഫിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നെസ്റ്റോയിലെത്തി നാളത്തേക്കുള്ള സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റുകളൊന്നുമില്ല. അല്ലറ ചില്ലറ സാധനങ്ങൾ മാത്രമേ വാങ്ങാനുള്ളൂ. ഓറിയോ ബിസ്ക്കറ്റ് കണ്ടാൽ പിന്നെ നമുക്ക് ഭ്രാന്ത, അത് കിട്ടാതെ പോകാൻ പറ്റില്ല. ഇത് മിനി വെർഷനാണ്. അത് കഴിഞ്ഞ് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഉരുളക്കിഴങ്ങ് നാട്ടിലെ പോലെയുള്ള ഇവിടുത്തെ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരാഴ്ചത്തേക്കുള്ള കറി വെക്കാം. അത് മാത്രമല്ല ഇഞ്ചി ഉണ്ട് ഇവിടെ. ഇഞ്ചിയുടെ വലുപ്പം ഒരു കൈപ്പത്തി മുഴുവൻ ഇഞ്ചി ഉണ്ട്. ഈ ഒരു ഇഞ്ചി വാങ്ങിയാൽ ഒരു മാസത്തേക്ക് പിന്നെ ഇഞ്ചി വേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ തക്കാളിയും ഇതുപോലെ തന്നെ. തക്കാളിയും ഒരു കൈപ്പത്തിയുടെ എത്രയുണ്ട്. ഇവിടെ എല്ലാത്തിനും കുറച്ച് വലിപ്പം അധികമാണ്. തക്കാളി വാങ്ങിയാൽ 4 ദിവസത്തേക്ക് വേറെ തക്കാളി വേണ്ട. ഏതോ യൂട്യൂബ് ചാനൽ കണ്ടു വന്ന് ഇനി മീൻ പൊരിച്ചതിന് പകരം എല്ലാ ദിവസവും വഴുതിന പൊരിച്ചതും കൂട്ടി ചോറ് തിന്നാമെന്നാണ് തിരിച്ചു കൊണ്ട് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പതുക്കെ മീറ്റിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഇവിടെ ആടിൻ്റെ കാല്, ആടിൻ്റെ ലിവർ, ആടിൻ്റെ ബ്രെയിന്, ഇവിടെ ആടിൻ്റെ എല്ലാ സാധനവും കൊണ്ടൊരു കളിയാണ്. കിഡ്നിയൊക്കെ ഉണ്ട്. കിഡ്നിയൊക്കെ നൈസാണ്. കിഡ്നിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് കറി വെച്ചാൽ നല്ല പൊള്ളിച്ച ടേസ്റ്റാണ്. അതുപോലെ ആടിൻ്റെ ഹൃദയമുണ്ട്, കാലുണ്ട്, തലയുണ്ട്, വാലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ വാങ്ങിച്ചത് മുട്ടയാണ്. മുട്ട ഈസ് എവറിത്തിങ്. മുട്ട ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. എല്ലാ ദിവസവും രാവിലെ റിച്ചുവിന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും മുട്ടയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത്. സോ ഒരു പാക്കറ്റ് മുട്ട വാങ്ങി. ഏറ്റവും വില കുറഞ്ഞ മുട്ട നോക്കിയിട്ടാണ് വാങ്ങിയത്. ഇവിടെ മുട്ടയൊക്കെ ഏതാണ്ട് ഒരേ ടേസ്റ്റിന്, അതുകൊണ്ട് എല്ലാത്തിനും സെയിം ക്വാളിറ്റി തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും വില കുറഞ്ഞൊരു മുട്ട നോക്കി വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മീൻ വാങ്ങാൻ പോയി. മീൻ വാങ്ങാൻ നോക്കുന്ന സമയത്ത് എല്ലാതരം മീനുണ്ട്. ഞണ്ടുണ്ട്, കൊഞ്ചനുണ്ട്, അയിലയുണ്ട്, മത്തിയുണ്ട്, എല്ലാ മീനുണ്ട്. കമ്പാരിറ്റീവ്ലി ഞങ്ങൾക്ക് കൊഞ്ചം വാങ്ങാനാണ് തോന്നിയത്. പക്ഷെങ്കിൽ ഞണ്ട് വാങ്ങി. കുറച്ച് ഞണ്ട് ഇവർ തന്നെ ക്ലീൻ ചെയ്ത് തരും. അതിനെക്കൊണ്ട് നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഞണ്ട് ക്ലീൻ ചെയ്യാൻ കൊടുത്ത് ഞങ്ങൾ വീണ്ടും ഒരു റൗണ്ട് നടക്കാമെന്ന് വിചാരിച്ച്. അന്നേരമാണ് ഫുൾ ഉണക്ക മീൻ കണ്ടത്. കൊഞ്ചൻ ഉണക്കിയത്, സ്രാവ് ഉണക്കിയത്, അയില ഉണക്കിയത്, മത്തി ഉണക്കിയത്, എല്ലാതരം ഉണക്ക മീനുകളും ഇവിടെ ഉണ്ട്. ഉണക്ക മീൻ ഞങ്ങൾ പൊതുവെ അങ്ങനെ വാങ്ങാറില്ല. ഇവള് കൊഞ്ചൻ തീരെ കൂട്ടില്ല. അതുകൊണ്ട് തന്നെ കൊഞ്ചം വേണ്ടെന്നാണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ പതുക്കെ അടുത്ത മാസം ഞങ്ങൾ ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി വെക്കാൻ വേണ്ടി ജീരകശാല അരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജീരകശാല അരി ഏതാണ് നല്ലതെന്നാണ് ഇവളിങ്ങനെ സെലക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറുത് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ ജീരകശാല അരി വാങ്ങിയിട്ട് 2 കിലോ കുറഞ്ഞ് വാങ്ങിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ 2 കിലോ വാങ്ങാൻ വെച്ചു. അമരേന്ദ്ര ബാഹുബലി കട്ട്. അങ്ങനെ ബാഹുബലിനെ പോലെ ഇതൊക്കെ ചുമന്നെടുത്തിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇന്ന് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശമായ ഒരു സാധനത്തിലേക്ക് അവൾ പോയത്. ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇന്ന് നെസ്റ്റോയിലേക്ക് വന്നത് തന്നെ. ഇത് ഇവളുടെ ഫേവറേറ്റ് ബൻമസ്കയാണ്. നാട്ടിൽ ബൻമസ്ക ആണെങ്കിൽ ഇവിടെ നെസ്റ്റോയിൽ ഞങ്ങൾ ബൻമസ്ക ഇതാണ്. ഇത് പലതരം ഫ്ലേവറിലുണ്ട്. ചോക്ലേറ്റിലുണ്ട്, പിന്നെ ബട്ടറിലുണ്ട്, പിന്നെ പിസ്താഷ്യൂ ഉണ്ട്. ഇവളുടെ ഫേവറേറ്റ് ബട്ടറാണല്ലോ ഇപ്പോൾ വാങ്ങിക്കുന്നത്. അങ്ങനെ അതും എടുത്ത് ഞങ്ങൾ സ്ട്രോബെറി വാങ്ങാൻ പോയി. സ്ട്രോബെറി നോക്കുന്ന സമയത്ത് ഇന്ന് ഭയങ്കര ഓഫറിന് 2.99 dirhams ഉള്ളൂ. അങ്ങനെ 2 സ്ട്രോബെറിയും വാങ്ങി. ഇളനീര് വാങ്ങട്ടെ എന്ന് ചോദിച്ച സമയത്ത് നോക്കാതെ ഇളനീര് പറ്റില്ല. ഇളനീര് ഇത് വിയറ്റ്നാമി ഇളനീരായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇളനീര് ഇത് പൊട്ട ഇളനീര്. ഇത് എന്തിനാ വിയറ്റ്നാമിലെ ഇളനീരാ. ഇത് നന്നില്ല, പൊട്ട ഇളനീരാ. ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ മുറിച്ച ഞണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി സാധനങ്ങളൊന്നും വാങ്ങാനല്ല, തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനായി. അങ്ങനെ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി ഓരോന്നോരോന്ന് എടുത്ത് വെച്ച് ബില്ലടിക്കാമെന്ന് വിചാരിച്ചു. ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞ് സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ തിരിച്ച് പെറുക്കിയിട്ടു. ആ ചേച്ചി പാവം ഒറ്റയ്ക്ക് എടുക്കുന്ന കണ്ടിട്ട് ഞാൻ സഹായിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പെറുക്കിയിട്ടോളാം ചേച്ചി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ പിന്നെ കാർഡ് ഇങ്ങോട്ട് വെക്ക്, പൈസ എടുക്കുന്നതാണ്. അങ്ങനെ കാർഡ് പേ ചെയ്ത് 61 dirhams ആയി. അങ്ങനെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. ബാക്കി നാളെ.